മോർണിംഗ് ഫ്രണ്ട്സ്. ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് വെയിറ്റ് കുറച്ചതിനെ കുറിച്ച്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആക്കി ഇടാം. 10 പേര് കാണുന്ന ഒരാൾക്കെങ്കിലും അതൊരു പ്രയോജനമായാലോ. അങ്ങനെ ഞാൻ ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല, ഒരു തേനും കഴിച്ചിട്ടില്ല, ഒരു ലെമണും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് 89-90 kg എന്നാണ് ഞാൻ ഈ 61-62 എത്തിയത്. അതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് PCOD പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ആക്കി വേറൊരു ദിവസം തരാം, PCOD കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വെയിറ്റ് ലോസിനെ കുറിച്ച് പറയാം. വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഫാറ്റ് അത് എരിയണ്ടേ, നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നിങ്ങൾ രാവിലെ നിങ്ങൾ ജോഗിങ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ രാവിലെ ഒന്ന് ജോഗിങ് തന്നെ ചെയ്യുക. കാരണം നടക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബോഡി അങ്ങോട്ട് നമ്മുടെ എങ്ങനെയെങ്കിലും നമ്മൾ വിയർക്കണം. അത് നമുക്ക് നല്ല ബെറ്റർ ആയിരിക്കും. പിന്നെ ഈവനിങ്ങിൽ നൈറ്റിലെ ഫുഡ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നൈറ്റിലെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 6 മണി കഴിഞ്ഞ് അരിയാഹാരം കഴിക്കാതിരിക്കുക. ഞാനാണെങ്കിൽ ആ ഒരു 6 മണിക്ക് 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എഗ് വെയിറ്റിനകത്ത് ഒണിയനൊക്കെ ഇട്ട് എഗ് വെയിറ്റ് എടുക്കുക, ഒണിയൻ ഇടുക, അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ക്യാരറ്റെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്തൊന്ന് ചിക്കി ഇച്ചിരി എണ്ണയിലിട്ട് ചിക്കി എന്നിട്ട് കഴിച്ചാൽ നിങ്ങളെ വയറും വീക്കും. അപ്പം നമുക്ക് ഹെൽത്തിയുമാണ്, നമുക്ക് പ്രോട്ടീനും കിട്ടും, വയറും വീക്കും. പിന്നെ അങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുക. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക. ഇപ്പം എന്നാൽ രാവിലെ നമ്മൾ ദോശ കഴിക്കുക. നമ്മൾ ഒരു ദോശ എടുക്കുക, ഒരുപാട് സാമ്പാർ എടുക്കുക. അപ്പോൾ പൊട്ടറ്റോ കറിയാണെങ്കിൽ പൊട്ടറ്റോ ഒരുപാട് എടുക്കുക. എന്താ വെച്ചാൽ കറി ഒരുപാട് എടുക്കുക. അരി ആഹാരം കുറയ്ക്കുക. ഒരു ഉച്ചയ്ക്ക് ചോറിനാണെങ്കിൽ ചോറ് ഇച്ചിരി പോലെ എടുത്തിട്ട് നിങ്ങൾ അവിയലോ തോരനോ അങ്ങനെ പച്ചക്കറികളുണ്ടല്ലോ, പയറോ എന്താന്ന് വെച്ചാൽ കറി അത് തോനെ എടുത്തങ്ങ് കഴിക്കുക. ചോറ് നമുക്ക് മസ്റ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചെടുക്കുക, കറി ഒരുപാട് അങ്ങ് എടുത്ത് കഴിക്കുക. അപ്പം തന്നെ നമ്മുടെ ബോഡിക്കകത്ത് കാർബോഹൈഡ്രേറ്റ് കുറച്ചല്ലേ പോകുന്നുള്ളൂ ചോറ് നമ്മൾ കഴിക്കുമ്പം. എനിക്കിതിനെക്കുറിച്ച് ഭയങ്കര വിശദമായിട്ട് സയൻറ്റിഫിക് ആയിട്ടൊന്നും പറയാൻ അറിയത്തില്ല. എൻ്റെ കാര്യം ഞാൻ പറയുമോ, ഞാൻ അങ്ങനെ ആയിരുന്നു. പിന്നെ ഗ്രീൻ ടീ കുടിക്കുക. ചായ ഞാൻ കുടിക്കത്തില്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് കുട്ടികളും ഉണ്ടാവാതിരുന്നു, അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ട് ചെയ്തതാണ്. അപ്പം നിങ്ങൾ ഗ്രീൻ ടീ കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുക. ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതായിരിക്കും. വേറെ ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക ഇതും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എക്സസൈസ് എറോബിക്സിന് പോകണമായിരിക്കും ബെറ്റർ. ഈ ജിം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ കൈ കാല് അങ്ങനെ മസിൽ അവിടെയൊക്കെ അല്ലേ കൂടുതൽ ചെയ്യും. നമ്മൾ വെയിറ്റ് കുറയാനായിട്ട് എനിക്ക് തോന്നുന്നത് എറോബിക്സ് ആയിരിക്കും നല്ലത്. കാരണം എറോബിക്സിനാണെങ്കിൽ നമ്മൾ സ്ട്രെച്ചിങ് വരുന്നുണ്ട്. സ്ട്രെച്ചിങ് വരുമ്പോൾ നമ്മൾ അബ്ഡോമിനൊക്കെ നല്ലതായിരിക്കും. നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുമ്പോഴേ അപ്പം നമ്മുടെ അടിവയറ് കുറയാനൊക്കെ നല്ലതായിരിക്കും. അപ്പം ശരീരം ഒരു നോർമൽ ആകുമ്പോൾ നിങ്ങൾ ജിമ്മിന് പോണതിന് നല്ലതെന്നല്ല പറഞ്ഞത്. വെയിറ്റ് കുറയാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ എറോബിക്സിനാണ് പോയത്. ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളത് വെക്കുക. പിന്നെ ഈ കല്യാണത്തിന് മുമ്പേയുള്ള ഈ PCOD പ്രശ്നമുള്ളവരായാലും കുട്ടികളില്ലാത്ത PCOD പ്രശ്നമുള്ളവരായാലും ഫാറ്റി ലിവർ ആയാലും ഈ 2 കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. PCODയുടെ കൂടെ വരുന്നതാണ് ഫാറ്റി ലിവർ. അപ്പം നിങ്ങൾക്ക് ഈ മരുന്ന് കഴിക്കുന്നതിനൊക്കെ മുന്നേ നിങ്ങളൊരു 6 മാസം എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാ അല്ലേ എല്ലാവരും. അപ്പം നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ. നമ്മളല്ലെങ്കിൽ ഒരു 50-40 വയസ്സ് കഴിയുമ്പോൾ മുട്ടുവേദന നടുവേദന എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അതെല്ലാം. അപ്പം ഈ മുട്ടുവേദനയും എല്ലിൻ്റെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒന്നും വരത്തില്ല, ഒരു കാര്യങ്ങളും വരത്തില്ല. നിങ്ങൾ ഇപ്പോഴേ എക്സസൈസും കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ മസിലെല്ലാം ഒന്ന് സ്ട്രോങ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ മുട്ടുവേദന പ്രശ്നം വരത്തില്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഉള്ള പ്രശ്നം ഈ മുട്ടുവേദന. ചുമ്മാതിരുന്ന് കഴിക്കുമ്പോൾ വയസ്സാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. എൻ്റെ അമ്മയ്ക്കും ഉണ്ട് മുട്ടുവേദന, ഒരുവിധമുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് മുട്ടുവേദന. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു വീട്ടിലെ ജോലികൾ ചെയ്യുന്നില്ലേ, അത് ഭയങ്കര ജോലിയല്ലേ? അല്ല, നിങ്ങൾ എത്ര വീട്ടിലെ ജോലി ചെയ്താലും നിങ്ങൾ ഈ നടക്കുകയോ ഓടുകയോ എയറോബിക്സിന് പോവുകയോ അന്നൊന്നും ആവത്തില്ല. ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. എന്നാലും ഞാൻ എല്ലാവരും എൻ്റെ അമ്മ സഹിതം എന്നോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും ജോലി ചെയ്യുന്നില്ലേ, പിന്നെ എന്തിനാ നീ ഈ ജിമ്മിന് പോണേന്ന് ചോദിക്കുന്നുണ്ട്, എറോബിക്സിന് പോണേന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള എനർജി എനിക്ക് കിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ നിന്നാണ്. ഇപ്പം എൻ്റെ മോൻ്റെ ബാഗ് തന്നെ ഞാൻ കുറച്ച് നാൾ ഞാൻ വിട്ടു നിന്ന് എടുത്തപ്പോൾ എൻ്റെ ഈ ഷോൾഡർ ഭയങ്കര പെയിനായിരുന്നു. ഒരു ബാഗ് തൂക്കിയിട്ടപ്പോൾ ഷോൾഡർ പെയിൻ ആയിരുന്നു. പക്ഷെ ഞാൻ എറോബിക്സിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബാഗ് തൂക്കിയാലും എന്ത് തൂക്കിയാലും ഒരു പെയിനും ഇല്ല. പക്ഷെ അന്ന് ഞാൻ വീട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് വീട്ടു ജോലിയായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എക്സസൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ജോഗിങ് ചെയ്യുക, നിങ്ങൾ എറോബിക്സ് ചെയ്യുക. എറോബിക്സിനകത്താണെങ്കിൽ മിക്സഡാ, സ്ട്രെച്ചിങ്ങും വരുന്നുണ്ട്, അതായത് യോഗ പോലെ അതും വരുന്നുണ്ട്. അപ്പം അത് നല്ലതായിരിക്കും എറോബിക്സ് ചെയ്യുന്ന. പിന്നെ നമ്മൾ വേണ്ടി ജീവിക്കുക, നാട്ടുകാർ എന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടി ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. 1 മണിക്കൂർ
അവസാനം നമുക്ക് വയ്യായ്ക വരുമ്പോൾ നമുക്ക് ഈ ആരും കാണത്തില്ല, നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക്, ഇപ്പം എനിക്ക് മുട്ടുവേദന വന്ന് കിടന്നാൽ എൻ്റെ ഹസ്ബൻഡിനല്ലേ ബുദ്ധിമുട്ട്, നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഇതുപോലെ എക്സസൈസ് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. 1 മണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്യുക, 1 മണിക്കൂർ. പിന്നെ ഈ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫുഡ് കാർബോഹൈഡ്രേറ്റ് കുറച്ച് പച്ചക്കറി കൂട്ടുക. അതപ്പം എന്താ, ഇപ്പം ചീരത്തോരനും ചോറും ആണെങ്കിൽ ചോറ് ഇമ്മിണി എടുത്തിട്ട് ചീരത്തോരൻ ഒരുപാട് ഇട്. ഇപ്പം ഉച്ചയ്ക്ക് പരിപ്പ് കറി ആണെങ്കിൽ ചോറ് കുറച്ചെടുത്തിട്ട് പരിപ്പ് കറി ഒരുപാട് ഇട്. ഇപ്പം ദോശയാണെങ്കിൽ ഒരു ദോശ എടുത്തിട്ട് ഒരുപാട് സാമ്പാർ ഇട്. ഇഡ്ഡലി ആണെങ്കിൽ അതുപോലെ, പുട്ടാണെങ്കിലും അതുപോലെ ഒരുപാട് കറി കഴിക്കുക. അരിയാഹാരം കുറച്ചിട്ട് ഒരുപാട് കറികൾ കഴിക്കുക. അപ്പം നിങ്ങളുടെ വെയിറ്റ് എല്ലാം കുറയും. ആദ്യത്തെ സ്റ്റാർട്ടിങ് കുറച്ച് താമസം എടുക്കും കുറയാൻ, പക്ഷെ പിന്നെ കറിയും. ഞാൻ ഒരു ഹോസ്പിറ്റലിലും വെയിറ്റ് കുറയാൻ പോയിട്ടില്ല, ഞാൻ ഒരു തരത്തിലുള്ള മരുന്നും കഴിച്ചിട്ടില്ല, ഞാനൊരു ലെമണും കഴിച്ചിട്ടില്ല, ഹണിയും കഴിച്ചിട്ടില്ല, ഒരു ടിപ്പും ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ ടിപ്പ്: എക്സസൈസ്, ഡയറ്റിങ്. നിങ്ങൾ മാക്സിമം രാത്രിയിൽ അരിഹാരം കഴിക്കാതെ ഇരിക്കുക. നിങ്ങൾ വണ്ണം കുറച്ചിട്ട് നിങ്ങൾ കണ്ണാടി പോയെന്ന് നോക്കേ, നിങ്ങൾ എത്ര സുന്ദരിയാന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. എൻ്റെ ഇവിടെ എല്ലാം അങ്ങ് തൂങ്ങി, ഈ കഴുത്തെല്ലാം അങ്ങ് കറായിട്ട് എന്തൊരു കോലമായിരുന്നെന്നറിയാം. ഞാൻ ഇപ്പം എന്നെക്കുറിച്ച് എൻ്റെ പഴയ ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ ഫോട്ടോസ് പോലും ഇടാറില്ല. എനിക്ക് എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. നീ മറ്റുള്ളവർ തടിച്ച്, നമ്മുടെ നാട്ടിലുണ്ട് തടിച്ച് എന്തു പറ്റി, എന്നെ കണ്ടപ്പോഴും ചോദിച്ചു എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന്. നമുക്ക് നമ്മളെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ പോരെ, നമുക്ക് നമ്മളെ കാണാൻ ഇഷ്ടപ്പെടണ്ടേ? നമ്മൾ കണ്ണാടിക്കും ഞാൻ നല്ല സുന്ദരിയാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, മറ്റുള്ളവർ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ഇതുപോലെ അത് ഏത് വീട്ടമ്മയായാലും ആരായാലും ജോലിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി എന്തേലും, നിങ്ങൾ ജോഗിങ്ങോ അറോബിക്സോ എന്തേലും, ഇപ്പം എക്സസൈസ് ജിമ്മായാലും മതി, എന്തിനെങ്കിലും നിങ്ങളൊന്ന് പോകണം. ഞാൻ PCOD കുറിച്ച് വേറെ ദിവസം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കാണുക, പിന്നെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ആര് കാണുന്നൊന്നും എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇപ്പം ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും കണ്ടാലും ആർക്കെങ്കിലും 1-2 പേർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്.